മസ്കിന്റെ ബുദ്ധി കൊണ്ട് അയാൾ ലോകത്തിലെ പണക്കാരനായി മാറിയിട്ടുണ്ട്. നിങ്ങൾ ആലിബാബ എടുക്ക, കുട്ടികൾക്കറിയാം ആലിബാബ എന്താണ്. നിങ്ങൾ ബാംഗ്ലൂരിൽ പോയാൽ, ഹൈദരാബാദിൽ പോയാൽ, ഡൽഹിയിൽ പോയാൽ, ചെന്നൈയിൽ പോയാൽ അലിബാബ എന്ന് പറയുന്ന മഹാസമുച്ചയമുണ്ട്. അലിബാബ അത് സോഫ്റ്റ്വെയർ രംഗത്തുള്ള ഒരു കുലപതിയാണ്, ചൈനക്കാരനാണ്. അത് വലിയ മുതലാളിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളി. നിങ്ങൾ ബിൽ ഗേറ്റ്സ് മുതലാളിയാണ്. ബിൽ ഗേറ്റ്സ് എന്ന് അടിക്കുമ്പോൾ വരുന്നത് മൈക്രോസോഫ്റ്റ് ആണ്. നിങ്ങൾ ജെഫ് ബേസിനെ എടുക്കുക, ജെഫ് ബേസ് എന്ന് നിങ്ങൾ അടിച്ചാൽ വരുന്നത് ആമസോൺ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളി ലൂയി വിറ്റന്റെ ഉടമയാണ്. എന്താ കാര്യം? ഇവരൊക്കെ വികസിപ്പിച്ചെടുത്ത വ്യവസായമോ, ഇവർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളോ, ഇവരുടെ തലച്ചോറ് ഉപയോഗിച്ചുണ്ടാക്കിയ പണമോ ആണ് ഇതൊക്കെ. എന്നാൽ അദാനി പണക്കാരനായത് എങ്ങനെയാണ്? അദാനി ഒരു മുട്ടുസൂചി കണ്ടുപിടിച്ചിട്ടുണ്ടോ? അദാനി ഒരു സോപ്പ് കമ്പനി സ്വന്തമായി കണ്ടെടുത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ടോ? അംബാനിയുടെ കണ്ടുപിടുത്തം എന്താണ്? ഇന്ത്യയുടെ കോടീശ്വരന്മാർ രാജ്യത്തെ ലൂട്ട് ചെയ്തവരാണ്. ഈ ഭരണകൂടത്തെ ഒത്തിയവരാണ്. അധികാരത്തിന്റെ ഇടനാഴിയിൽ താമസിച്ച് രാജ്യത്തിന്റെ ദല്ലാളന്മാരായി പണമുണ്ടാക്കിയവരാണ്. അദാനി പണക്കാരനായത് ഈ നാട്ടിന്റെ എയർപോർട്ട് വാങ്ങിയാണ്, സീപോർട്ട് വാങ്ങിയാണ്. ഈ രാജ്യത്തിന്റെ സകലമായ പൊതുമേഖലയും തന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നാണ്. ലോകത്തിലെ മുതലാളിമാർ അങ്ങനെയല്ല. ഇതാണ് രാജ്യത്തിലെ ഗൗരവപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരൻ ഇന്ത്യ ഭരിച്ചതിനേക്കാൾ സമ്പന്നനും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചിരിക്കുന്നു കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനിടയിൽ. ഇതൊക്കെ രാജ്യത്തെ പ്രശ്നമാണ്. പട്ടിണി, ദാരിദ്ര്യം, വിശപ്പ്, ബുദ്ധിമുട്ട്. എന്നാൽ ഭരിക്കുന്നവൻ ഇതിനെ രസകരമായി മാറ്റുന്ന ഒരു രീതിയുണ്ട്. എന്താണത്? നിങ്ങളുടെ വൈകാരികതയെ ഉപയോഗിക്കാം. വൈകാരികതയും ഈ പറയുന്ന അടിസ്ഥാന പ്രശ്നവും തമ്മിൽ എന്താ ഉള്ളത്? രാജ്യത്ത് പട്ടിണിയുണ്ട്. അത് മനുഷ്യന്റെ പട്ടിണിയാണ്. ഹിന്ദുവിന്റെ പട്ടിണിയല്ല, മുസ്ലിമിന്റെ പട്ടിണിയല്ല, ക്രിസ്ത്യാനിയുടെ പട്ടിണിയല്ല. രാജ്യത്ത് തൊഴിലില്ലായ്മയുണ്ട്. അത് മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നമാണ്. രാജ്യത്ത് എന്ത് ദുരിതവും കഷ്ടപ്പാടുകളും നന്മയുമൊക്കെ മനുഷ്യരെ ബാധിക്കുന്നതാണ്. മോദി പറയുന്നത് ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നാണ്. ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ലേ ഈ രാജ്യം ഭരിക്കുന്നവർ നിൽക്കേണ്ടത്? ഈ രാജ്യം മുസ്ലിം ലീഗ് ഭരിച്ചാൽ ആർക്ക് വേണ്ടിയാണ് നിൽക്കേണ്ടത്? ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ലേ? കാര്യം എന്ത്? ഈ രാജ്യത്തിലെ 80% ഹിന്ദുക്കളാണ്. അവരെ മറച്ചു വെച്ച് ഭരിക്കാൻ ആർക്കെങ്കിലും ആവോ? ലോകം, ഇന്ത്യ വേൾഡ് ഹങ്കർ ഇൻഡെക്സിലെ 111ാമത്തെ രാജ്യമാകുമ്പോൾ അതിനർത്ഥം എന്താണെന്ന് അറിയുമോ? ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കൾ പട്ടിണി കിടക്കുന്നു എന്നാണ്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ ഡീസലിന്റെ വില വർദ്ധിപ്പിക്കുമ്പോ ഈ രാജ്യത്തിലെ 80% ഹിന്ദുക്കൾ അതിന് വില കൊടുക്കുന്നു എന്നാണ്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ അരിയുടെ വില കയറ്റുമ്പോൾ, ഗ്യാസിന്റെ വില കയറ്റുമ്പോൾ അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സഹോദരന്മാരാണ്. അത് കഴിഞ്ഞ മുസ്ലിങ്ങൾ വരൂ, അത് കഴിഞ്ഞ ക്രിസ്ത്യാനികൾ വരൂ. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഹിന്ദുവിന്റെ 80% വോട്ട് വേണം. അവന്റെ പ്രശ്നങ്ങളെ കഴിഞ്ഞ 10 കൊല്ലക്കാലം മോഡി അഡ്രസ് ചെയ്തിട്ടുണ്ടോ? അവന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? വികാരം കത്തിച്ചാൽ മതിയോ? ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. മോദിയുടെ പ്രതിപുരുഷനാണല്ലോ കേരളത്തിലെ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ. ഈ സുരേന്ദ്രൻ എന്താണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുകയാണ് വയനാട്ടിൽ. ഭയങ്കര സംഭവമാണ് മീഡിയ പറഞ്ഞത്. രാഹുലിനെ വയനാട്ടിൽ തളച്ചു നിർത്താനാണ് സുരേന്ദ്രനെ നിർത്തിയത്. ഭയങ്കര സംഭവമാണ് സുരേന്ദ്രൻ. ആ സുരേന്ദ്രന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് മെനഞ്ഞാന്ന്. എന്താ നിങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ ഞാൻ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കും. ഭയങ്കര സംഭവമാണ്. ഞങ്ങൾ വയനാട്ടിൽ കുറെ കാലമായിട്ട് ഈ വയനാട്ടിലെ പ്രശ്നം എന്താണെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് മനസ്സിലായത് വയനാട്ടിൽ പുലി ഇറങ്ങുന്നത് സുൽത്താൻ ബത്തേരിയുടെ ബോർഡ് കണ്ടിട്ടാണ്. വയനാട്ടില് പുലി ഇറങ്ങുന്നത്, ആന ഇറങ്ങുന്നത് സുൽത്താൻ ബത്തേരി എന്നുള്ള ബോർഡ് കണ്ടിട്ടാണ്. വയനാട്ടിൽ കർഷകൻ ആത്മഹത്യ ചെയ്തത് സുൽത്താൻ ബത്തേരി എന്ന പേര് കേട്ട് ബോധം കണ്ടിട്ടാണ്. വയനാട്ടിലെ എന്താണ് കൃഷിക്ക് വിലയില്ലാത്തത്, വയനാട്ടിൽ എന്താണ് ബദൽ റോഡ് ഇല്ലാത്തത്, വയനാട്ടിലെ രാത്രി യാത്ര ഇല്ലാത്തത് ഒക്കെയും ഒറ്റ കാരണമാണ് സുൽത്താൻ ബത്തേരി എന്ന ബോർഡാണ്. എന്തൊരു നരമ്പ് രോഗമാണല്ലോ ഇതൊക്കെ. രാഷ്ട്രീയത്തിലെ ചെറിയ ചെറിയ മനുഷ്യന്റെ വികാരത്തെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത്. നിങ്ങൾ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പറയാൻ പഠിക്കുക. ഈ പറയുന്ന സുരേന്ദ്രൻ BJP എന്ന ഭരണകൂടത്തിന്റെ ഒരു മിനിയേച്ചറാണ്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നത്തെ അഡ്രസ് ചെയ്യും. എന്താ പറയുന്നത്? മോദി എന്താ പറഞ്ഞത്? മേക്ക് ഇൻ ഇന്ത്യ അല്ലേ? എന്താ നിങ്ങൾ മേക്ക് ചെയ്ത്? കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നിങ്ങൾ എന്താ ഉണ്ടാക്കിയത്? നിങ്ങൾ അദാനിയെ ഉണ്ടാക്കി, അംബാനിയെ ഉണ്ടാക്കി,
നിങ്ങൾ അമിത്ഷായുടെ മകന്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കി. നിങ്ങൾ ഈ നാട്ടിൽ എന്തുണ്ടാക്കി? എന്റെ സഹോദരന്മാരെ, ബഹ്റൈൻ, നിങ്ങൾ പ്രവാസികൾ ഒരുപാടുണ്ടല്ലോ അവിടെ. ബഹ്റൈൻ ഒരു കോഴിമുട്ട പോലത്തെ ഒരു ചെറിയ നാടാണ്, കേരളത്തിന്റെ വലിപ്പില്ല. ആ ബഹ്റൈന് സ്വന്തമായ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, ഗൾഫ് എയർ എന്ന് പറയും. ലോകത്തിലെ വലിയ രാജ്യത്തിലെ ഒന്നാണ് ഇന്ത്യ. മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോൾ ലോകത്തിലെ 10 സമ്പന്ന രാജ്യം എടുത്താൽ ഒന്ന് ഇന്ത്യ. ലോകത്തിലെ വമ്പൻ സൈനിക ശക്തികൾ 5 എടുത്താൽ അതിലൊന്ന് ഇന്ത്യ. ആ ഇന്ത്യയുടെ എയർ ഇന്ത്യ അഭിമാനം എന്ന് പറയുന്ന ഇന്ത്യയുടെ സ്വത്തിന് വിറ്റോരാതങ്ങൾ. നിങ്ങൾ ഈ രാജ്യത്തെ എന്താ മേക്ക് ചെയ്തത്? കഴിഞ്ഞ സഖാക്കള്, അല്ലെങ്കിൽ ഞാൻ ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത സഖാക്കളും സംഘികളും 947 ഞങ്ങൾക്കറിയാം. നിങ്ങളിങ്ങനെ ഈ രാജ്യത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയത്തിന് മുഖം തിരിച്ചു നിൽക്കുന്ന സമയത്ത് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു, എന്താ പറഞ്ഞതറിയോ? ഇന്ത്യയെ നോക്കി ശപിച്ചു പറഞ്ഞു, രക്ഷപ്പെടാൻ പോണില്ല, രക്ഷപ്പെടാൻ പോണില്ല. ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ ഒരു മഹാദുരന്തമായി മാറി. 47 കഷ്ടപ്പാടുകളുടെ കാലായിരുന്നു. റൊട്ടി, കപ്പട, മഖാൻ ഒരു രാജ്യത്തിന്റെ മുദ്രാവാക്യമാണ്. വസ്ത്രം വേണം, വീട് വേണം, ഭക്ഷണം വേണം. ഗാന്ധിജി തന്റെ ശരീരത്തിലെ കോട്ട് വലിച്ചെറിയുന്നുണ്ട്. വൈഗാ നദിയുടെ തീരത്ത് വെച്ച് ഒരു സ്ത്രീക്ക് അവരുടെ ഏക വസ്ത്രം നനച്ചു കുടിക്കുന്നത് കാണുമ്പോ, ഉടുതുണിക്ക് ഈ രാജ്യത്തിലെ പൗരന് മറുതുണി ഉണ്ടാവുന്നത് വരെ എന്റെ ശരീരത്തിൽ മൂന്നാമതൊരു വസ്ത്രം ഞാൻ ഇടില്ല. ആ ഫക്കീർ മരിച്ചു വീണുവരും ദേഹത്ത് ആ 2 തുണിയെ ഉണ്ടായിരുന്നു. ഗാന്ധിജി ഒരു കരുത്തായിരുന്നു. പണ്ട് ജവഹർലാൽ നെഹ്റുവിനെ മുമ്പിൽ നിർത്തി പറകിൽ ഗാന്ധിയൻ രാഷ്ട്രീയമുണ്ടായി. ഗാന്ധിജി മരിക്കുമ്പോൾ നെഹ്റു പറയുന്നുണ്ട്, ഗദ്ഗദകണ്ഠനായി ആ വിളക്കുമരം അണഞ്ഞുപോയി. ഒരു വിഷമം വന്നാൽ പോയി ചോദിക്കാൻ ഇനി ആരാ ഉള്ളത്? ഗാന്ധിജിയുടെ കരുത്തായിരുന്നു ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ. ഗാന്ധിയൻ വീക്ഷണമായിരുന്നു നെഹ്റു കൊണ്ടുവന്നത്. പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടുവന്നു, ഡാമുകൾ കൊണ്ടുവന്നു, കർഷകരെ സഹായിച്ചു, യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി, NIT ഉണ്ടാക്കി, IIT ഉണ്ടാക്കി, IIM ഉണ്ടാക്കി, യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി. രാജ്യത്തെ പതുക്കെ 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 ഉയർത്തിക്കൊണ്ടുവന്നു. നിങ്ങൾ ഓർക്കൂ, ഇന്ന് ഇറാൻ ഇസ്രായേലിനെ അടിക്കുമ്പോ ഇന്ത്യയുടെ നിലപാട് എന്താണ്? ഇന്ത്യക്ക് എന്ത് രാഷ്ട്രീയമുള്ളത്? ഇതാ ഈ റീജൻ മുഴുവൻ പ്രശ്നമാണ്. തുർക്കിയിൽ നിന്ന് വരുന്ന വിമാനങ്ങളടക്കം റദ്ദ് ചെയ്തിരിക്കുന്നു. ഇന്ത്യക്ക് എന്താ കമന്റ് ഉള്ളത്? പണ്ട് അങ്ങനെയല്ല. ഇന്ത്യക്ക് ഒരു നയമുണ്ട്. ലോകത്ത് UN പോലും ഞെട്ടിപ്പോയിട്ടുള്ള ശേരിചല നയം ഇന്ത്യ ഉണ്ടാക്കിയതാണ്. ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയുടെ ഒരു യശസ് ഉണ്ടായിരുന്നു, ഒരു അന്തസ്സുണ്ടായിരുന്നു. ആ അന്തസ്സിനെ മുഴുവൻ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കുളിപ്പിച്ച് കിടത്തിയിട്ട് ഈ സംഘി പുങ്കവന്മാര് പറയാണ് മേക്ക് ഇൻ ഇന്ത്യ. എന്തെങ്കിലും മേക്ക് ചെയ്തത് നിങ്ങൾക്കറിയോ? മോദി ജനിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് ജയിച്ചിട്ടുണ്ട്. മോദി സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് ലോകോത്തരമായ ഒരു ഭരണഘടന ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി മുട്ടുകാലിൽ നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. മോദി കൊള്ളിയും പോലും കളിച്ചു നടക്കുന്ന കാലത്ത് ബക്രാനന്ദൻ കലാൽ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി സ്കൂളിലെ പാഠപുസ്തകം മറിച്ച് കളിക്കുന്ന കാലത്ത് ഇന്ത്യയിൽ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. മോദി മാനം നോക്കി നടക്കുന്ന കാലത്ത് താരാപൂർ ന്യൂക്ലിയർ ഊർജ്ജ നിലയം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. മോദി മുണ്ടുടുക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ NIT വന്നിട്ടുണ്ട്, IIT വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ നിരവധി യൂണിവേഴ്സിറ്റികൾ വന്നിട്ടുണ്ട്. മോദി അക്ഷരം പതുക്കി വായിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ പൊതുമേഖലയിൽ നവരത്ന കമ്പനികൾ തുടങ്ങിയിട്ടുണ്ട്. ഈ മോദി RSSന്റെ ശാഖയിൽ ലാത്തി വീശി പഠിക്കുന്നതിന് മുമ്പ് 1 ലക്ഷം പാകിസ്ഥാൻ പട്ടാളക്കാരെ ഇന്ത്യൻ പട്ടാളത്തിന്റെ മുമ്പിൽ മുട്ടുകുതിച്ചിട്ടുണ്ട് ഇന്ത്യ രാജ്യം. അറിയുമോ ഈ സംഘിപ്പുങ്കവന്മാർക്ക്? നിന്റെ മോദി ചായ വിറ്റു നടക്കുന്ന കാലത്ത് ഇന്ത്യൻ റെയിൽവേയിലൂടെ തലങ്ങും വിലങ്ങും രാജധാനി പോലെയുള്ള തീവണ്ടികൾ പാഞ്ഞു നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഈ രാജ്യം നിങ്ങൾ ഉണ്ടാക്കിയതല്ല. നിങ്ങൾ ഈ രാജ്യത്തിന്റെ പൊതുമേഖലകളെ വിറ്റിട്ടേ ഉള്ളൂ. അറിയുമോ നിങ്ങൾക്ക്? കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് JNUവിനെ തെരഞ്ഞെടുക്കുന്നത്. QSന്റെ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിംഗ് ഉണ്ട്. QSന്റെ ആ റാങ്കിങ്ങിൽ ഇന്ത്യ 1ാമത്തെ യൂണിവേഴ്സിറ്റിയായി തെരഞ്ഞെടുത്തത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ്, JNU ആണ്. മോദിക്ക് JNU ഇഷ്ടമല്ല, BJPക്കാരനും JNU ഇഷ്ടമല്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ പ്രൊട്ടസ്റ്റുകൾ ഇന്ത്യയിൽ NRCക്കെതിരെ നടന്ന ഒരു സ്ഥലമാണ്. നിങ്ങളറിയോ, ഒരിക്കല് JNU ഒരു വലിയ സമരം നടക്കുകയാണ്. ഞങ്ങൾക്ക് വലിയ അഭിമാനമുള്ള കാര്യമാണ്.
കാരണം ആ JNUവിന്റെ മുമ്പിൽ ആ സമരം നടക്കുന്നതിന് മുൻപന്തിയിൽ ഏറനാട്ടിൽ നിന്നും വള്ളുവനാട്ടിൽ നിന്നും പോയ മാപ്പിള പെൺകുട്ടികൾ മുദ്രാവാക്യം വിളിച്ചു നിൽക്കുമ്പോ അവിടെ ET മുഹമ്മദ് ബഷീർ സാഹിബിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ കുട്ടികൾ പോണത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പക്ഷെ ആ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോ അവിടേക്ക് ചെല്ലുന്നത് ദീപിക പട്കോണാണ്. ദീപിക പട്കോണിനെ അറിയാലോ നിങ്ങൾക്ക്. ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധയായിട്ടുള്ള സിനിമ നടിയാണ് ദീപിക പട്കോൺ. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. അതിന്റെ ഒറ്റ പേരിൽ നിങ്ങൾ ദീപിക പട്കോണിനെ ഒരുപാട് വേട്ടയാടിയിട്ടുണ്ട്. പക്ഷേ ജനാധിപത്യത്തിന്റെ സംരക്ഷണ വേദിയായിട്ടുള്ള JNU തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയിൽ മികച്ചു നിൽക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കാൻ ശ്രമിക്കുകയല്ല, ഞാൻ പറയുന്നത് ഇന്ത്യയുടെ അവസ്ഥ ഇതാണ്. ഞാൻ ചോദിക്കുന്നത് ഇവിടെ എന്താണ് ഒരു വലിയ നിശബ്ദത കാണുന്നത്? ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ. എങ്കിൽ ശബ്ദിക്കേണ്ടവർ എന്താണ് നിശബ്ദമാവുന്നത്? എന്താ ഇവിടുത്തെ ഇടതുപക്ഷം സംസാരിക്കാത്തത്? നിങ്ങളുടെ ഒരൊറ്റ പ്രസംഗങ്ങളിൽ നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നിടത്ത് ഈ പ്രശ്നങ്ങളെ എന്തേ അവതരിപ്പിക്കാത്തത്? ഇന്ത്യ മുന്നണി എന്തിനാ ഉണ്ടായത്? നിങ്ങളൊന്ന് പറഞ്ഞേ, ഇന്ത്യ മുന്നണി വെറുതെ ഉണ്ടായതാണോ? രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളുടെയും മുന്നിൽ നിന്നുകൊണ്ട് ഒരു യോജിപ്പുണ്ടാക്കുകയാണ്. കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസുമായി എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ത്യ മുന്നണിയിലുള്ളവർക്കുണ്ട്. ഈ വേദിയിൽ ഇരിക്കുന്ന ഈ കോൺഗ്രസിന്റെ UDFന്റെ ഓരോ ഘടക കക്ഷികൾ തമ്മിൽ എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ രാജ്യം എന്ന താല്പര്യത്തിന്റെ പേരിൽ കോംപ്രമൈസ് ആവുകയാണ്. അടിസ്ഥാന പ്രശ്നം രാജ്യമാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടായത്. എന്നാൽ നിങ്ങൾ ഇന്ത്യ മുന്നണിയെ സഹായിച്ചില്ല. ബോംബെയിലെ അവസാന യോഗത്തിൽ മാത്രമല്ല CPM-കാരാ, തെലുങ്കാനയിൽ രാഹുൽ ഗാന്ധിയുടെ കാശ്മീരിലെ പ്രസംഗമുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചിലപ്പോൾ നമ്മള് ജീവിതത്തിൽ മറക്കാതിരിക്കുന്ന ചില മുഹൂർത്തങ്ങൾ ഉണ്ടാകും, ചില കാഴ്ചകൾ. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാഴ്ചയാണ് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുടെ കാശ്മീർ സമാപനം. മുസ്ലിം ലീഗിന്റെ പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നു. മഞ്ഞിങ്ങനെ വീഴുന്ന സമയത്ത് പതിഞ്ഞ ശബ്ദത്തിൽ ആ ചെറുപ്പക്കാരൻ ലോകത്തോട് പറയുന്നു, ഇന്ത്യയോട് പറയുന്നു, എന്തിനായിരുന്നു നടന്നത്? നടന്നു പോയിടത്ത് മുഴുവൻ കാണുന്ന കാഴ്ചകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നു. ഈ വെറുപ്പിന്റെ കമ്പോളത്തിൽ ഒരു സ്നേഹത്തിന്റെ കട തട്ടിക്കൂട്ടാൻ കഴിഞ്ഞാൽ ഞാൻ ധന്യനായെന്ന് ആ മനുഷ്യൻ പറയുന്നുണ്ട്. കാശ്മീരിലെ തണുത്തു പറച്ച മഞ്ഞില് വസ്ത്രം ധരിക്കാതെ തന്നെ ചേർത്ത് പിടിച്ച കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകൾ തന്നെ വന്ന് കണ്ടമിടറിയത് പറയുന്നുണ്ട്. ഭാഷ അറിയില്ലെങ്കിലും രാഹുലിന്റെ ആ പ്രസംഗം വൈകാരികമായിട്ടല്ലാതെ കേൾക്കാൻ ഒരു ഇന്ത്യക്കാരനാവില്ല. രാഹുൽ കാശ്മീരിന്റെ തണുത്തുറഞ്ഞ ആ മഞ്ഞു വീഴുന്ന സമയത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ തെലുങ്കാനയിൽ TRSന്റെ കൂടെ കോൺഗ്രസിനും BJPക്കും പതനുണ്ടാക്കാൻ പോയ ഒരു രാഷ്ട്രീയ പൊട്ടന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. TRSനെ ചേർത്ത് പിടിച്ചിട്ട് അന്ന് ബോധ്യം വന്നു ആം ആദ്മി പാർട്ടിക്ക്, അവര് പിന്മാറി. പിന്നെന്തായത് TRS ആണ്. അത് സീനിയർ മാൻഡ്രേക്ക് കെട്ടിപ്പിടിച്ചപ്പോ അയാൾ തോറ്റു. പിന്നെ മാൻഡ്രേക്ക് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒറ്റയ്ക്ക് എന്താക്കാൻ ഇന്ത്യ രാജ്യത്ത്? നിങ്ങൾ ഈ സംവിധാനത്തെ തകർക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി സഖാക്കളെ? നിങ്ങളൊന്ന് പറ. ആ അണ്ണാ ഹസാരെ എവിടെയാണോ സഖാവെ? നിങ്ങൾ കൊണ്ടുവരണമല്ലേ? അണ്ണാ ഹസാരക്ക് വേണ്ടി കേരളത്തിന്റെ തെരുവിൽ 200 ചില പ്രകടനം നടത്തി എന്നത് പറയുന്നത് നിങ്ങളുടെ വെബ്സൈറ്റ് ആണ്, ഭീകാരനല്ല. ആരോ അണ്ണാ ഹസാരെ പാട്ടുകളവൻ എവിടെ പോയാ? BJPക്ക് വേണ്ടി വീടുപണിയെടുത്ത 2-3 ആഴ്ച മുമ്പ് ഇയാളുടെ പത്രക്കാര് പോയി ചോദിച്ചു, ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം? അയാൾ പറയാ പഠിക്കട്ടെ. 80 കഴിഞ്ഞ ഈ കളവൻ ഇനി എപ്പോ പഠിക്കാനാണോ? എപ്പോ പഠിക്കണേ? കാട്ടുവള്ളൻ ലോക്പാൽ ബില്ലിന്റെ പേരും പറഞ്ഞിട്ട് മൻമോഹൻ സിംഗിനെ ആക്ഷേപിച്ചിട്ട് BJPക്ക് വഴിപറ്റിയ ഈ കളവന്റെ പുറകിലായിരുന്നു ഉളുപ്പില്ലാത്ത സഖാക്കളെ നിങ്ങൾ ഈ രാജ്യത്ത് പ്രകടനം നടത്തി. അറിയോ ആ കളവന് വേണ്ടി വേറൊരുത്തരുണ്ട്, എന്താണ് പേര്? ബാബ രാംദേവ്. മൂത്രം വിറ്റ് ജീവിക്കുന്ന ഒരു സന്യാസി അല്ലേ? അവന് വേണ്ടി പ്രകടനം നടത്തിയ പാർട്ടിയുടെ പേരാണ് കേരളത്തിലെ CPM എന്ന് പറയുന്നത്. അറിയോ? നിങ്ങൾ ഈ രാജ്യത്ത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ എടുക്കാത്ത പണിയില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ ബോംബെയിലെ പരിപാടി പോയി? അല്ലെങ്കിൽ എങ്ങനെ ബോംബെയിലെ ഈ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ പിണറായി വിജയനെ കാണാൻ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരുമായിരുന്നു. ഇപ്പോ ഭീഷണിപ്പെടുത്തിയതാ BJP. കേരളത്തിൽ BJPക്ക് അറിയാൻ ഒരു ചുമ്മും ചെയ്യാൻ കഴിയില്ല. കഴിയുന്നത് CPM-ലാണ്. അതുകൊണ്ട് അവർക്ക് പൈസ ഈ കളമൊരുക്കി കൊടുത്തതാണ്. അതുകൊണ്ട് നിങ്ങളെ BJPയുടെ B ടീമായ നിങ്ങളോട് മത്സരിക്കുന്നത്. BJP തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിനെ, നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിനെ. അവ BJP വിചാരിച്ചു നമുക്ക് പറ്റാത്ത പണി CPM എടുക്കട്ടെ എന്ന് കരുതി നിങ്ങളെ ഏൽപ്പിച്ചതാണ്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പോയില്ല.
എന്താ നിങ്ങളുടെ തലക്ക് മുകളിൽ എന്താണ് SFIO ഉണ്ട്. വൈദ്യനാഥനെ കൊണ്ടുവന്നു. ആരാ വൈദ്യനാഥൻ? അഡ്വക്കേറ്റ്. 50 ലക്ഷം രൂപയാണ് KSIDC മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട കരിമണൽ വിവാദത്തിലെ ആ വിവാദത്തിന്റെ കേസ് വാദിക്കാൻ കൊടുത്ത 50 ലക്ഷം രൂപ. ഇത് അലിക്ക് അവിടെ ഉണ്ടല്ലോ. എന്റെ പേരിൽ കുറെ 10-14 കേസ് കൊടുത്തല്ലോ നിങ്ങള്. പൊളിറ്റിക്കൽ കേസാണ്. പൊളിറ്റിക്കൽ കേസാണ്. പാർട്ടിയുമായി ബന്ധമുണ്ടെന്നൊക്കെ പറയാലോ. എന്നാൽ എന്റെ ഒരൊറ്റ കേസ് വാദിക്കാൻ 10 രൂപയ്ക്ക് ഞാൻ പാർട്ടിയോട് വാങ്ങിയിട്ടില്ല. എന്താ കാര്യം അറിയാമോ? ഇതുപോലെ വന്നിങ്ങനെ നേരെ എന്ന് സംസാരിക്കണമെങ്കിൽ ഞാൻ തെറ്റുകാരനല്ലെന്ന് കോടതിയിൽ പോയി തെളിയിക്കാനുള്ള ബാധ്യത എനിക്കാണ്. അത് തെളിയിച്ചിട്ടാ വന്നത്. മുഖ്യമന്ത്രിന്റെ മോള് കട്ടെടുത്താൽ രാജ്യം പൈസ കൊടുക്കേണ്ടത് 50 ലക്ഷം രൂപ KSIDC എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അമ്മായിയപ്പൻ കൊടുത്ത സ്വത്താണോ? അല്ലല്ലോ. എങ്ങനെ 50 ലക്ഷം രൂപ നിങ്ങളുടെ എന്റെ നികുതി പണാണ്? അതെങ്ങനെ കൊടുക്കുക? എങ്ങനെയാ കൊടുക്കുക? നിങ്ങൾ വെറും വൈദ്യനാഥൻ മാത്രമല്ല, അരവിന്ദ് പി ദത്താർ വന്നു. അരവിന്ദ് പി ദത്താർ. ഞാൻ ചോദിക്കട്ടെ സഖാക്കളെ, ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ മുരളീധരന്റെ പെങ്ങള്, നമ്മുടെ പ്രിയപ്പെട്ട കരുണാകരന്റെ മകള്, കരുണാകരൻ ആരാ? എല്ലാ മാസത്തിന്റെ 1-ാം തീയതിയും ഗുരുവായൂരിൽ പോയി തൊഴുതു വരുന്ന ഏറ്റവും നല്ല ഹിന്ദുവായ മലയാളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായ മതേതരൻ ഉയർത്തിപ്പിടിച്ച ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ മകള് മുരളിയെ പോലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ മുൻനിരയിൽ ഒരാളിങ്ങനെ തിളങ്ങി നിൽക്കുമ്പോ മകളങ്ങ് പോയി. അന്ന് മുരളി നടത്തിയ ഒരു പത്രസമ്മേളനമുണ്ട്. കാണുമ്പോൾ ഒരു സത്യത്തില് നമുക്കൊക്കെ ഒരു പൊതുപ്രവർത്തകന്മാർക്ക് ഒരു സങ്കടം തോന്നും. പക്ഷെ മുരളി ഒന്ന് പതറുക പോലും ചെയ്യാതെ പറഞ്ഞു, മുറിച്ചു മാറ്റിയിരിക്കുന്നു ഞാൻ എന്റെ പങ്കളുമായുള്ള ബന്ധം. തള്ളിക്കളഞ്ഞു. ആന്റണിയുടെ മകൻ. നിങ്ങൾക്ക് ആന്റണിയോട് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ എന്തുണ്ടായാലും നിങ്ങൾ പറയില്ല ആന്റണിയുടെ അഴിമതിക്കാരനാണ്. പഞ്ചായത്ത് മെമ്പറായിട്ട് ലക്ഷങ്ങൾ അടിച്ചു മാറ്റുന്ന നമ്മുടെ നാട്ടിലാണ്. തീർത്താൽ തീരാത്ത അത്ര കോടാനുകോടിയുടെ അഴിമതി സാധ്യതയുള്ള ഒരു വകുപ്പ് 10 കൊല്ലം. അനിൽ എന്ന് പറയുന്ന ആന്റണിയുടെ മകൻ വീട്ടിലിരിക്കുക. ഇയാൾക്ക് കണ്ടിട്ട് സഹിക്കാൻ വയ്യ അനിലിന്. അനിൽ ഈ ചക്കരക്കുടത്തിൽ കൈയിടാത്ത അച്ഛനോട് പുച്ഛാണ്. കക്കുന്ന BJP അനിലിന് ഇഷ്ടം, കക്കാത്ത ആന്റണിയെ അല്ല. അതുകൊണ്ട് അഴിമതി നടത്താത്ത ആന്റണിയെ കൈവിട്ട് അഴിമതിയുടെ കൂടാരത്തിലേക്ക് ആ മകൻ പോയപ്പോ മെനഞ്ഞാണ് ആ വൃദ്ധനായ മനുഷ്യൻ മകനെ തള്ളി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട്, അങ്ങയുടെ മകളുടെ പേരിലെ ആരോപണം വീണയെ കുറിച്ച് നിങ്ങൾ തള്ളി പറയോ? PV ഞാനല്ല എന്ന് പറഞ്ഞല്ലോ, വീണ മോളല്ല എന്ന് പറയോ? പറയില്ലല്ലോ. PV ഞാനല്ല, വീണ മോളല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് മകളുടെ അച്ഛൻ പിണറായി വിജയനോടല്ല, MV ഗോവിന്ദനോടാണ്. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി അല്ലേ? പിണറായി വിജയൻ മോളെ തള്ളി പറയൂല, കാരണം പിണറായി അച്ഛനാണ്. MV ഗോവിന്ദൻ എന്താ തള്ളി പറയാത്തത്? MV ഗോവിന്ദനും തള്ളി പറയില്ല, കാര്യം രാജാവിന്റെ മകളാണ് അല്ലേ? മൂപ്പൻ രാജാവിന്റെ മകളാണ്. അപ്പൊ ചക്രവർത്തിയുടെ മകളെ പ്രജയും തള്ളി പറയില്ല, അടിമയും തള്ളി പറയില്ല. ഇത് ഇനി ഒരു കാര്യം MV ഗോവിന്ദനോട് ചോദിക്കട്ടെ. വീണ ഈ തട്ടിപ്പ് മുഴുവൻ നടത്താൻ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി തുടങ്ങുമ്പോൾ കൊടുത്ത അഡ്രസ് ഉളുപ്പുണ്ടെങ്കിൽ പാർട്ടിയുടെ സെക്രട്ടറി ഒന്ന് വായിക്കണം. എന്താ അഡ്രസ്? എന്താ അഡ്രസ്? ധർമ്മടത്തെ പിണറായി വിജയന്റെ തറവാട്ട് വീട് അഡ്രസ്. അങ്ങനെ തറവാട് വീട് ഇല്ലെങ്കിലും ഇപ്പോഴുള്ള വീടാണോ അഡ്രസ്? ആണോ? അല്ല, AKG സെന്റർ ആണ് സഖാവേ. AKG സെന്റർ ഫ്രം അഡ്രസ് ആക്കിയിട്ടാണ് വീണ ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയത്. പാർട്ടി തള്ളി പറയോ? പാർട്ടി തള്ളി പറയാൻ തയ്യാറാവോ? തള്ളി പറയൂല. നിങ്ങൾക്കറിയുമോ VS അച്യുതാനന്ദനെ? എനിക്ക് ഒരുപാട് വിയോജിപ്പുള്ള മനുഷ്യനാണ്. പക്ഷെ ഇന്ന് വരെ ആ മനുഷ്യൻ അഴിമതിക്കാരൻ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഉള്ളതല്ലേ പറയാവൂ? പറഞ്ഞിട്ടില്ല. എന്നാ സഖാവെ നിങ്ങൾ ലീഗിനെ നോക്കണ്ട, കോൺഗ്രസിനെ നോക്കണ്ട, ആന്റണിയെ മുരളിയെ നോക്കണ്ട, VS-നെ കാണും. VS-ന്റെ മകന്റെ പേരിൽ ആരോപണം വന്നപ്പോ 9 പേജുള്ള കത്ത് CBI-ക്ക് ആ മനുഷ്യൻ എഴുതി. ഇന്ന് ആ കത്ത് ഡ്രാഫ്റ്റ് ചെയ്ത ആളോ എഴുതിയത് അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി സംസാരിച്ചു. 9 പേജുള്ള കത്ത്. എന്തിനാണെന്നറിയോ? എന്റെ മകന്റെ ഈ വിഷയത്തിലുള്ള ബന്ധം നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് CBI-ക്ക് കത്തെഴുതിയത് VS അച്യുതാനന്ദനാണ്. സഖാവേ, പുറത്തുനിന്നൊന്നും എടുക്കണ്ട. മിനിമം നിന്റെ പാർട്ടിയുടെ അകത്തുനിന്നെങ്കിലും ആ ഒരു പാരമ്പര്യത്തെ എടുക്കാൻ നിങ്ങൾ തയ്യാറാവോ? ഇതെന്തൊരു പാർട്ടിയാണ്? എന്തൊരു നിങ്ങൾക്ക് നിങ്ങളെ മക്കളും ആ ഇപ്പൊ ഞാൻ ഇന്നലെ പാനൂരിലായിരുന്നു, വടകരയിലായിരുന്നു. പാനൂരിലെ ബോംബ് സ്ഫോടനം. ആ
ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടാകും. ആ ബോംബ് സ്ഫോടനം വന്ന സമയത്ത് എന്താ ഗോവിന്ദ മാഷിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഗോവിന്ദന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ സ്റ്റേറ്റ്മെന്റ്? നിങ്ങൾ DYFI CPM-ന്റെ പോഷക സംഘടനയല്ല. എന്തൊരു ഞെട്ടിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ആരുടെ ഈ കുട്ടികൾ? ഈ കുട്ടികളെ വാപ്പാനാണ്. എന്താണ് യൂത്ത് കോൺഗ്രസ്, പിന്നെ കോൺഗ്രസ് ഉണ്ട്. ഞങ്ങൾ ഏതായാലും ഏറ്റെടുത്തില്ല. ഈ കുട്ടിന്റെ വികൃതിയും മോന്തയും ഒക്കെ കാണുമ്പോൾ നിങ്ങളറിയാം ഇല്ല നീ പൊട്ടിത്തെറിച്ച മക്കൾ ഉണ്ടാവും. ഒന്ന് കണ്ടാൽ മനസ്സിലാവില്ല വാപ്പേതാണ്. നിങ്ങൾ തള്ളി പറഞ്ഞാൽ ഇല്ലാതാവും. ഇനി നിങ്ങൾ തള്ളി പറഞ്ഞല്ല, തള്ളി പറഞ്ഞ പിന്നെ എന്തിനാണ് വിട്ടുപോയത്? നേതാക്കന്മാര് മരിച്ചോന്റെ വീട്ടിൽ പോയത്. അപ്പൊ പിണറായി വിജയൻ പറയാൻ മരിച്ച വീട്ടിൽ പോയിക്കൂടെ? പിണറായി വിജയൻ ആ TP ചന്ദ്രശേഖരൻ പനി പിടിച്ച് മരിച്ചു പനി വന്ന മരിച്ചതാ. ഇന്ത്യകൾ പോയിനാ വീട്ടില്. എടോ 51 വെട്ടി കൊന്നിട്ട് അടുത്ത ആഴ്ച പോയിട്ട് ഈ പാർട്ടി സെക്രട്ടറി പറഞ്ഞെന്താണെന്നറിയോ? കുലൻമുക്തിയാണ് ഇവൻ, മരിച്ചാൽ മരണം ആരെയും വിശുദ്ധനാക്കൂല. എന്നിട്ടല്ലേ ബോംബ് പൊട്ടിന്റെ അടുത്ത് പോയത്? ഈ വിജയരാഘവൻ എന്ന് പറയുന്ന പൊട്ടത്തരത്തിന് റിസർച്ച് നടത്തിയ നിങ്ങളുടെ ഒരു നേതാവില്ലേ, ആ വിജയരാഘവൻ പറഞ്ഞ വർത്താനം അറിയങ്ങള് അത് ബോംബാ, അത് പടക്കത്തിന്റെ ഏട്ടനല്ലേ എന്നാണ്. എടോ ബോംബും പടക്കവും ആ ബോംബ് ഉഗ്രശേഷി ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഒന്നും ആക്കണ്ട. സഖാബിന്റെ നെഞ്ചത്തല്ല പൊട്ടിയത്, ഓം മരിച്ചു പോയിട്ടുണ്ട്. ഇനി എന്തിനാ പരിശോധിക്കുന്നത്? ഓം മരിച്ചു പോയില്ലേ? ഒരു തന്നെ കൈയടിച്ചു പോയില്ലേ നിങ്ങളുടെ സഖാക്കള്? എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, ആ നിങ്ങൾ ഈ കുട്ടികളെ തള്ളി പറയാൻ നിങ്ങളെ വെല്ലുവിളിച്ചു സഖാക്കള്. എങ്ങാനും വീട്ടിൽ വന്നില്ലെങ്കിൽ ഈ ബോംബ് ഉണ്ടാക്കാൻ പിറകിൽ നിന്നവരെ ഞങ്ങൾ പറയേണ്ടി വരുന്ന പറഞ്ഞപ്പോഴാ നേതാക്കന്മാർ ഈ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ വീട്ടിലേക്ക് പോയത്. എന്റെ ചോദ്യം അതൊന്നുമല്ല. MP ഗോവിന്ദന്റെ മകനെ ബോംബ് ഉണ്ടാക്കാൻ വിടുവോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. പിണറായി വിജയന്റെ ഒരു മകനുണ്ടല്ലോ, ആർക്കും അറിഞ്ഞൂടാ. മകനുടെ ഈ പരാക്രമത്തിനിടയിൽ മോനറിയില്ല. അവനൊരു ഷൈ ടൈപ്പാണ്. അതുകൊണ്ട് അവനിങ്ങനെ പതിയെ കളിക്കുന്നതുകൊണ്ട് അമ്മോശം പറഞ്ഞു ഇങ്ങനെ പോലെ ഓരോ കിടക്കാണ്ടില്ലേ, അങ്ങനെ കയറി അമ്മോശം പറ്റിയപ്പോഴാണ് AI വിവാദത്തിൽ അമ്മോശന്റെ പേര് വന്നത്. ഏതായാലും ഈ മകൻ എവിടെയാ? ബോംബ് ഉണ്ടാക്കിയോ? ഒരു പടക്കം പൊട്ടിച്ചില്ല. എങ്ങനെയാ പൊട്ടിക്കുക? അയാൾ SFI എന്താണ് ലണ്ടനിലെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലാണ്, അവിടെ പഠിക്കാണ്. പിന്നെ എങ്ങനെയാ അയാള് ബോംബ് ഉണ്ടാക്കുക? ഈ ശൈലത്തിന്റെ മക്കൾ ബോംബ് ഉണ്ടാക്കുവോ? TP ജയരാജന്റെ ബോംബ് ഉണ്ടാക്കുവോ? ഒരു ബോംബൊന്നും ഉണ്ടാക്കില്ല, റിസോർട്ട് ഉണ്ടാക്കും. അവ നേതാക്കന്മാരെ മക്കള് പൈസ ഉണ്ടാക്കും. പാവപ്പെട്ട ആളുകൾ ബോംബ് ഉണ്ടാക്കും. ആ ആളുകൾ ബോംബ് പൊട്ടി മരിച്ചാലോ നിങ്ങൾ തള്ളിപ്പറയുകയും ചെയ്യും. ഇത് ഞാൻ പറഞ്ഞത് എന്തൊരു പാർട്ടിയാണ് ഇതിപ്പോ. ഇന്നിപ്പോ എന്റെ പേരിൽ വലിയ വിവാദം ഞാൻ പറഞ്ഞത് കുഞ്ഞനന്തനുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോൾ ഞാൻ ചോദിക്കുന്ന സഖാക്കളെ, ഞാനൊരു കുഞ്ഞനന്തൻ എന്ന് പറയുന്ന സിംഗിൾ ഇഷ്യൂവിൽ നിൽക്കുന്നില്ല. നിങ്ങൾ എന്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചപ്പോഴാ ഞാൻ പറഞ്ഞത് ആ ഇഷ്യൂ ഒരു സിംഗിൾ ഇഷ്യൂ അല്ല. കുഞ്ഞനന്തന്റെ മരണം, CH അശോകന്റെ മരണം, TP ചന്ദ്രശേഖരൻ കൊലയ്ക്കു ശേഷം നടന്ന സ്വാഭാവികമെന്ന് തോന്നാവുന്ന അസ്വാഭാവികമായ 2 മരണത്തിലും RMP അടക്കമുള്ളവർ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇനി കുഞ്ഞനന്തന്റെ വിഷയം അതെനിക്കറിയാം. ഞാൻ പറഞ്ഞിട്ടില്ല, അലിക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. അലിക്കന്റെ ബാക്കിൽ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കലാണ് നിയമസഭയിൽ. അലിക്ക് ഇരിക്കുന്ന സമയത്താണ് ഞാൻ 2020 പിണറായി വിജയന്റെ മകളെ കുറിച്ച് നിയമസഭയിൽ പറഞ്ഞത്. അന്ന് ചോദിച്ചു എന്തായിരുന്നു, എന്താ സംഭവം എന്ന് ചോദിച്ചവരുണ്ട്. ഇപ്പൊ SFIയുടെ മുമ്പിൽ എത്തിയിട്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, TP ചന്ദ്രശേഖരൻ വധക്കേസിൽ കുഞ്ഞനന്തന്റെ മരണത്തിലെ ദുരൂഹത ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന നാളുകളിൽ അത് പുറത്തു വരും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പിന്നെ എന്റെ പേരിൽ കേസ് ഞാൻ പറഞ്ഞില്ല, കേസ് എടുക്കുന്നത് ഇതൊരു കേസ് ഇല്ലാണ്ട് പുതിയായിട്ട് പറയുന്നു നല്ല ഇഷ്ടംപോലെ കേസുണ്ട്. പക്ഷെ ഒരു FIR ഉണ്ടോ? എന്റെ പേരിൽ ഒരു FIR ഞാൻ ആരെങ്കിലും പറയൂ ഒരു കേസ് എടുക്കുന്നത്? പാർട്ടി സെക്രട്ടറിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേരൊരു കേസ്, ഒരു FIR വരട്ടെ. ആ FIR-ന്റെ മുകളിൽ കയറിയിട്ട് ചില കളിക്കാരുണ്ട്. വെറുതെ ഞാൻ അങ്ങ് പറഞ്ഞു പോകുന്നില്ല. നിങ്ങളെ കേന്ദ്രനോട് കേസ് കളിച്ചിട്ടും നിങ്ങൾ പറഞ്ഞ എല്ലാ ആരോപണവും ഉന്നയിച്ചിട്ടും ഫേസ്ബുക്കിൽ തെറി വിളിച്ചിട്ടും ഫോൺ വിളിച്ച് ആക്ഷേപിച്ചിട്ടുമാണ് ഞാനിങ്ങനെ നട്ടല് നിവർത്തി ഇവിടെ നിൽക്കുന്നതെങ്കിൽ ആർജവത്തോടെ പറയാൻ നിങ്ങളിത് പറയും. ഒന്ന് കേസെടുക്കും. എന്താണ് എടുക്കുന്നത്? ഒരു കുഞ്ഞനന്തന്റെ മരണം. എടോ സഖാവെ, ഞാൻ ചോദിക്കുന്നത് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അങ്ങനെ ഫസലിൻ വധക്കേസിലെ 3 പ്രതികൾ നിങ്ങൾ മനസ്സിലാക്കണം, 1, 2 പ്രതിയൊക്കെയാണ് ആത്മഹത്യ ചെയ്ത് കൊല്ലപ്പെട്ടു പോയി ഫസലിന്റെ കൊലക്കേസിൽ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുജൻ ഷുക്കൂർ
ഷുക്കൂറിന്റെ കൊലപാതക കേസിലെ 2 പ്രതികൾ, ഒന്ന് പ്രതി, മറ്റൊന്ന് പ്രതിയുടെ ഭാര്യ, ദുരൂഹസാഹചര്യത്തിൽ ആത്മഹത്യാ മരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ബോംബെറിഞ്ഞു കൊന്ന മൻസൂർ 2ാം പ്രതി വളയത്ത് പോയി ആത്മഹത്യ ചെയ്തു എന്ന പേരിൽ മരിച്ചു. തീരുന്നില്ല. ഇതെന്താണ് ഈ കൊലപാതകം? ആരായിരുന്നു നിങ്ങളെ കൊലപാതകം അറിയോ? ചന്ദ്രശേഖരൻ 50 വെട്ട് വെട്ടിയിട്ട് ഇനി വെട്ടാൻ ഇടമില്ല. അവസാന ശ്വാസം എടുക്കാൻ ആ മനുഷ്യൻ വില്ലുപോലെ വളയുകയാണ് കേസ് ഡയറിയിലൂടെ. ആ സമയത്ത് ഇന്നോവയുടെ ഡോറ് തുറന്നിട്ട് കൊതി തീരാതെ പിന്നെയും 51ാമത്തെ വെട്ടുവെട്ടിയവന്റെ പേരാണ് ഷാഫി. ഇവനൊക്കെ ഹൃദയം കല്ലാണോ? ആത്മഹത്യ ചെയ്യുന്നവൻ ദുർബല ഹൃദയനായിരിക്കും. അവനിങ്ങനെ കഴിയില്ല, അങ്ങനെ സാധിക്കൂല. അങ്ങനെ ഉള്ളവൻ എങ്ങനെ ആത്മഹത്യ ചെയ്യാം എന്ന് വെച്ചാൽ കൊന്നവനെ പിന്നെയും കൊല്ലുക എന്ന് പറയുന്ന ഒരു CPM രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് ഇത്. വരേണ്ടതാണ് പുറത്ത്. ഘട്ടം ഘട്ടമായിട്ട് കാര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. വരും, ഞങ്ങൾ സംശയമൊന്നുമില്ല. എന്നിട്ട് ഈ അതിക്രമങ്ങളൊക്കെ നടത്താൻ കുറച്ച് ആളുകള്, അതിനു വേണ്ടിയുള്ള ഒത്താശ, അതിന്റെ ഭരണം, അതിനു വേണ്ടി മാത്രം. രാജ്യത്ത് എങ്ങനെയാണ് ഇപ്പോ റിയാസ് മൗലവി മതത്തിന്റെ പ്രതികളെ വിട്ടു എന്ന് പറഞ്ഞു? എങ്ങനെയാ കേസ് സിൻസിയറായി അന്വേഷിക്കുക? ഒരു ഭീകരനായിട്ടുള്ള കുറ്റവാളി തന്നെ രാജ്യം ഭരിക്കുമ്പോൾ എങ്ങനെയാണ് പോലീസ് കാര്യക്ഷമമാവുക? എങ്ങനെയാണ് ഇവിടുത്തെ പ്രോസിക്യൂഷൻ കാര്യക്ഷമമാവുക? ഒരു ഇന്റൻഷൻ അല്ലേ പ്രശ്നം. ഗവൺമെന്റിന്റെ ഇന്റൻഷൻ എന്താണ്? മുഖ്യമന്ത്രിയുടെ ഇന്റൻഷൻ എന്താണ്? നിങ്ങളുടെ നിലപാട് എന്താണ്? പിന്നെ എങ്ങനെ ഉണ്ടാവുക? അപ്പൊ അത് തന്നെയാണ് ഒരു ഭാഗത്ത് അങ്ങനെ, മറുഭാഗത്ത് ഇതൊക്കെ പോട്ടെ. നിങ്ങൾ ജനങ്ങളുടെ കാര്യത്തിൽ ഓർത്തു നോക്ക്. നിങ്ങൾ പറയാം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പറയും കേന്ദ്രം. എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേന്ദ്രം എന്ന് പറയുന്നത് ഈ കേരളം മാത്രമല്ലല്ലോ. തമിഴ്നാട് കേന്ദ്രത്തിന് കീഴിലല്ലേ? കർണാടക കേന്ദ്രത്തിന് കീഴിലല്ലേ? ഞങ്ങളോട് പരസ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പറയാൻ, നിങ്ങളുടെ ഈ മാർക്കറ്റിലുള്ള അരിയുടെ വിലയാണോ ഗൂഡല്ലൂര് ഗുണ്ടിൽപേട്ടയിൽ? നിങ്ങളുടെ മാർക്കറ്റിലെ പച്ചക്കറിയുടെ വിലയാണോ ഗൂഡല്ലൂരിൽ ഗുണ്ടിൽപേട്ടയിൽ? നിങ്ങളുടെ നാട്ടിലെ പഞ്ചസാരയുടെ വിലയാണോ ഗൂഡല്ലൂരിൽ ഗുണ്ടിൽപേട്ടയിൽ? അവിടെ ഈ കേന്ദ്രത്തിന് മോഡിയല്ലേ? അവിടെ വില നിയന്ത്രിക്കാൻ ആവശ്യമുള്ള ഒരു ഗവൺമെന്റ് ഉണ്ട്. അവർക്കത് കഴിയും. കർണാടകയിൽ പോയാൽ ലിറ്ററിന് 10 രൂപയുടെ മുകളിലാണ് കുറവ് ഡീസലിന്. ഇവിടെയോ മോഡി കൂട്ടിയപ്പോ നിങ്ങളും കൂട്ടി. നിങ്ങൾ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, ഞാൻ പെണ്ണുങ്ങളോടൊക്കെ പറയലുണ്ട്, നിങ്ങൾ വല്ല കർണാടകയ്ക്കും തമിഴ്നാട്ടിലൊക്കെ പോയി ജീവിച്ചു. എന്തൊരു സന്തോഷമാണ് കാര്യം. എന്താ ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളോട് പറയും, നിങ്ങളിപ്പോ അഥവാ ഭർത്താവ് പോയിട്ട് രാവിലെ ഒന്ന് തെറ്റിയാ നേരെ ബസ് കയറി കുത്തിർക്കുക. അങ്ങനെ ഇരിക്കുക. പുറത്തെ കാഴ്ചയൊക്കെ കാണുമ്പോൾ മനസ്സൊക്കെ ഒന്ന് അങ്ങനെ തണുക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേന് ഭർത്താവിന്റെ ദേഷ്യം മാറും. വീട്ടിൽ പോയിക്കോ, 10 രൂപ ചെലവില്ലാണ്ട് പെണ്ണുങ്ങൾക്ക് ബസ് ഫ്രീയാണ്. വെറുതെ പോയാൽ മതി, ടെൻഷൻ അടിക്കാൻ പോരടിക്കുക, ബസ് കയറുക. എടാ അവിടെ ഫ്രീ ആണ്. ഇവിടെ എന്താ ബസ്സിന് പൈസ കൊടുക്കുന്നതല്ല. ദിവസവും TV നടന്നാൽ ഈ മരമോന്ത കണ്ട ഉള്ള സമാധാനം. ഈ CPM-ന്റെ സ്റ്റാർ ക്യാമ്പയിനറല്ലേ പിണറായി വിജയൻ? എന്താണ് പുറത്തിറക്കാത്തത്? ഈ തെരഞ്ഞെടുപ്പിന് വലിയൊരു ആവശ്യമില്ലല്ലോ, എവിടെയും കാര്യമായിട്ടില്ലല്ലോ, ഇല്ലോടത്തൊന്നും ആൾക്കാർ വരുന്നില്ലല്ലോ. പുറത്തിറക്കിയ വോട്ട് കുറയുമെന്ന് റിപ്പോർട്ടുള്ളത് കൊണ്ട് അടക്കി വെച്ചിരിക്കുകയാണ്. ഇന്നലെ പിന്നെ ഷാഫിയുടെ വിജയം ഉറപ്പായപ്പോ പിണറായി വിജയൻ വടകരയിൽ വന്നൊരു മീറ്റിംഗ് ചെയ്തു. ഇന്ന് ഒരുപാട് RMP പ്രവർത്തകർ, UDF പ്രവർത്തകന്മാർ ഹോസ്പിറ്റലിലാണ്. അക്രമം തുടങ്ങി. അയാൾക്ക് അറിയുന്ന പണി അതാണ്. അയാൾക്ക് ഈ ചോപ്പ് കൊടിയോടുള്ള ഇഷ്ടം കാര്യങ്ങൾ അതൊരു കളറായിട്ടല്ല, അത് ചോരന്റെ കളറായതുകൊണ്ടാണ്. ഇവരുടെ സ്വഭാവമാണ്, ഇവരുടെ രീതിയാണ്. എന്ത് പാർട്ടി എന്നിട്ട് ഇതൊക്കെ നടന്നുകൊടുക്കും. നമ്മുടെ AK ബാലൻ പറയാണ്, സഖാക്കളെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചെയ്യണം. അപ്പൊ സഖാവ് എന്തിന്? ചിഹ്നം സംരക്ഷിക്കാൻ. ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ബന്ധപ്പെട്ട് ചിഹ്നം സംരക്ഷിക്കും. അല്ലെങ്കിൽ അത്ര ചോക്കുള്ള ചിഹ്നമാണോ അരിവാളി കുട്ടികൾക്ക്? അതങ്ങ് പോയാ പോട്ടെ. നമുക്ക് മനുഷ്യനെ കാണുമ്പോൾ പേടിയാവുന്ന ചിഹ്നം വെച്ച് നടക്കരുത്. ഒരു മനുഷ്യനെ കാണുമ്പോൾ പേടിയാവുന്ന ചിഹ്നം. ഞാൻ ബാലനോട് പറഞ്ഞു, ബാല പേടിക്കണ്ട, അരിവാളും ചുട്ടിങ്ങനെ പോയാൽ എന്താ, നിങ്ങൾക്ക് ബോംബില്ലേ? ചിഹ്നാക്കി കുറച്ചും കൂടെ ഉഗ്രശേഷിയുള്ള ബോംബിനാണ്. ആ ബോംബിനെ ചിഹ്നാക്കി കൊണ്ട് ഒരു മനുഷ്യൻ പറയാണ് ഒരു തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ത്യ രാജ്യം നിർണായകമായ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുമ്പോൾ ഈ ചങ്ങായി ഒന്ന് തമാശ പറയാണ്, ചിഹ്നം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ എലിപ്പെട്ടിയെ പോയി. അത് ആലോചിച്ച് നോക്കണം. ഒരു തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം. എന്റെ സഖാക്കളെ, അല്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കണം, ഇന്ത്യ മഹാരാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിലെ അസംബ്ലിയിലേക്കോ അല്ല, 20 മണ്ഡലത്തിലേക്കോ അല്ല. ഇത് നടക്കുന്നത് 543 മണ്ഡലങ്ങളിലേക്കാണ്. എത്ര? 543 മണ്ഡലം.
നിങ്ങൾ നോമിനേഷൻ കൊടുത്ത മണ്ഡലം എത്രയാണ്? ഈ പിന്നെ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമയിൽ ദിലീപ് നമ്മളെ എന്താണ് ഹരിശ്രീ അശോകനോട് വെളിഞ്ഞിങ്ങനെ ഹരിശ്രീ അശോകനോട് പറയുന്നത്, ഓൻ കല്യാണം കഴിക്കണമെന്നാണോ പറയുന്നത്? എടോ, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യം വേണ്ടതാണ്. എടോ സഖാവേ, 543 സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ മിനിമം ഒരു 50 സ്ഥലത്തെങ്കിലും നോമിനേഷൻ കൊടുക്കാനുള്ള ആവത് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏറ്റവും ജോലി. അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിനെ കുറിച്ച് ഞങ്ങളുടെ ചെറിയ പാർട്ടിയല്ല ലീഗ്, ഞങ്ങളൊരു പ്രവാഹത്തിൽ ചേർന്നിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി ഇന്നൊക്കെയാണ് എന്തിനു പറയാണ്? രാഹുൽ ഗാന്ധി വന്നപ്പോ കൊടിയില്ലല്ലോ. കൊടി വേണ്ടോ? ഞങ്ങൾ കൊടി നാളെ ലീഗിന്റെ ഓൾ ഇന്ത്യ കമ്മിറ്റി കൂടിയിട്ട് ആ കൊടിയുടെ കളറാക്കി മാറ്റും. എന്താ പ്രശ്നം? ഈ കളറാണോ ഈ വിഷയം എന്ന് പറയുന്നത്? തുർക്കിയിലെ മുസ്ലിം ഓർഗനൈസേഷൻ കളർ ജോബില്ലേ? എടോ, ഇതൊക്കെ ഒരു സംജ്ഞകളാണ്, ചില അടയാളങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ. മനസ്സിലായി നിങ്ങൾക്ക്? ഈ കൊടിയുടെ കളർ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഇതൊരു കളറാണ്, പച്ച. മനസ്സിലായോ? ഞങ്ങൾക്ക് ചുവപ്പൊരു കളറാണ്, ഞങ്ങൾക്ക് കറുപ്പൊരു കളറാണ്. നിങ്ങൾക്കോ കറുപ്പ് കണ്ടാ ചെടിച്ചെട്ടി എടുത്തടിക്കുക, പച്ച കണ്ടാ ചീത്ത പറയാ. നിങ്ങൾക്ക് പ്രാന്താണോ? അല്ലാതെ എന്താണ് ഈ കളറിന് വല്ല കാര്യമുണ്ടോ? ഇതാണോ എല്ലാത്തിനും തീരുമാനിക്കുന്നത്? ഈ കളറുമായിട്ട് എന്തെല്ലാണ്ട് രാജ്യത്ത് എന്നിട്ട് കളർ. എടാ, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങൾ കൊടി പിടിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഞങ്ങൾ പിടിക്കണില്ല. തീർന്നോ? നിങ്ങളെ കൊടി ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് കിട്ടും. മാറി പോയ കോൺഗ്രസിന്റെ കൂടെ, തമിഴ്നാട്ടിൽ പോയ DMK-ന്റെ കൂടെ, കർണാടകയിൽ പോയ കോൺഗ്രസിന്റെ കൂടെ. ഇതെന്തൊരു പാർട്ടിയാണ്? ഇതെന്ത് പാർട്ടി? ഞാൻ ഇപ്പങ്ങളറിയോ, മാഹി ബൈപ്പാസ് വന്നതിൽ സഖാക്കൾ പ്രമേയം പാസാക്കി. അത് പാടില്ല. എന്താ കാര്യം? നിങ്ങൾ മാഹി കൂടെ ഇങ്ങനെ പ്രകടനം ഇങ്ങനെ പോവാണ്, അനൗൺസ്മെന്റ് ചെയ്തിട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഭയങ്കര സ്പീഡാണല്ലോ മാഹി ബൈപ്പാസ്. അപ്പുറത്തെത്തും വടകര. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ ചീത്ത അറിയണം. ഒരു പ്രമേയം മുഴുവൻ വായിക്കാൻ പറ്റില്ല. അതാണ് പാർട്ടിന്റെ സ്ഥിതി. സ്വന്തമായിട്ട് ഒരു കാര്യം പറഞ്ഞു തീർക്കാൻ പോലും പറ്റണില്ല. എന്ത് പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി എന്നെങ്കിലും ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ DK ശിവകുമാർ വരുമ്പോ, ഞാൻ ഇന്നലെ വടകരയിൽ പോയപ്പോ പറഞ്ഞു, അവിടെ DK ശിവകുമാർ വരികയാണ് അടുത്ത ആഴ്ച. ഞാൻ അവരോട് പറഞ്ഞു, DK ശിവകുമാർ അദ്ദേഹത്തിന്റെ പ്രൊഫൈലൊക്കെ നമ്മളെ സഖാക്കൾ കുറെ വെച്ചതാണ്, ഓരതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റുന്നു? അതൊക്കെ ഉള്ളൂ. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിനെയും അതുപോലെ DK-നെയൊക്കെ കൊണ്ടുനടക്കാൻ അല്ലാതെ നിവൃത്തിയില്ലല്ലോ. അപ്പൊ അവര് ചിലപ്പോ DK-നെ കാണാനൊക്കെ വരും. കോൺഗ്രസ് തന്നെ കളിയാക്കുന്നത്, കോൺഗ്രസ് ഈ കളിയാക്കുന്ന കുറച്ച് കൂടുതലുണ്ട്. അവിടെ അവരുകൾ കളിയാക്കുന്നത് അവർ പറ്റേ പാവങ്ങളെന്ന് ഓരത്ത് പിടിക്കാൻ നേതാവില്ല, അവരെ കൊള്ളാവുന്ന ആൾക്കാരൊന്നും കൂടല്ല. ഈ പിണറായിന്റെ ഒക്കെ ഫോട്ടോ വെക്കുന്നത് ഓൻക്കല്ലത് കുറവാണ്. ഭാര്യ ചീത്ത പറയും, അതുകൊണ്ട് വെക്കാറില്ല. അതുകൊണ്ട് അവര് DK വരുമ്പോ വരട്ടെ, രാഹുൽ ഗാന്ധി വരുമ്പോ വരട്ടെ. നിങ്ങൾ ഈ കോംപ്ലക്സ് ഒഴിവാക്കി ഇന്ത്യ രാജ്യത്ത് ഒരുമിച്ച് പോകണമെങ്കിൽ അതിന് സാധിക്കേണ്ട കാര്യമില്ലേ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഈ പാർട്ടിയിൽ നിങ്ങൾ ഈ ജയമൊക്കെ പഠിച്ച് ജയിച്ചു നോക്കുക, എന്നിട്ട് പോയങ്ങൾ മേപ്പെട്ട ആരുടെ നിങ്ങൾക്ക് ഉള്ളത്? തെങ്ങ് തല പോയ തെങ്ങിന്റെ മുകളിൽ കയറിയ മാതിരി മുകളിലൊരാളില്ലല്ലോ, അതിന് സംവിധാനമില്ലല്ലോ. ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തുകയാണ്. ET മുഹമ്മദ് ബഷീർ സാഹിബിന് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് രാഹുലിന് കരുത്തു പകരാനാണ്. എങ്ങനെയാണ്? കാശ്മീരിന്റെ ഏതോ ഗ്രാമത്തിൽ ഒരു പെൺകുട്ടി മാനഭംഗം ചെയ്യപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ തണുത്തുറഞ്ഞു നിൽക്കുന്ന ഡൽഹിയിൽ, തണുപ്പ് കൊണ്ട് പുറത്തിറങ്ങാനാവാത്ത ഡൽഹിയിൽ ആ വിവരം കേൾക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് ആളുകളെ കൂട്ടി ഡൽഹിയുടെ തെരുവിലേക്ക് ഇറങ്ങുന്നുണ്ട് പ്രതിഷേധിക്കാൻ. അർദ്ധരാത്രിയാണ്. അങ്ങനെ തനിച്ചെങ്ങാനും രാഹുൽ ഇറങ്ങുമ്പോ രാഹുൽ ഗാന്ധിയുടെ പിറകിൽ ഒരാൾ കൂടെ ഇറങ്ങേണ്ടി വരും. അതിനു വേണ്ടിയാണ് ET മുഹമ്മദ് ബഷീർ സാഹിബിനെ നിങ്ങളോട് വോട്ട് ചെയ്യാൻ പറയുന്നത്. ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ രാജ്യം നയിക്കാൻ, ഈ രാജ്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം ദിനം പ്രതി മുന്നോട്ട് വരികയാണ്. അങ്ങനെ വരുമ്പോ കളങ്കലേശമന്യേ ഈ രാജ്യത്തിലെ വമ്പൻ കുത്തകൾക്കെതിരെ, ഈ രാജ്യത്തിലെ മുതലാളിമാർക്കെതിരെ, രാജ്യത്തെ ലൂട്ട് ചെയ്യുന്ന സമ്പന്നന്മാർക്കെതിരെ ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോ ആ രാഹുൽ ഗാന്ധിയുടെ പിറകിൽ ധൈര്യത്തോടെ നിന്നോളൂ. ഞാൻ നിങ്ങളുടെ പിറകിലുണ്ടെന്ന് പറയാൻ വിശ്വാസയോഗ്യനായ ഒരാളെ വേണം. വടിയിലിട്ട് പാര വെച്ചു പോകുന്ന മൻമോഹൻ സിംഗിന് പണി കൊടുത്തവരെ കള്ളന്മാരെ പറ്റൂല. അങ്ങനെ പറ്റുന്ന ഒരു വിശ്വസ്തന്റെ പേരാണ് ET മുഹമ്മദ് ബഷീർ സാഹിബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വോട്ട് ചെയ്യണം എന്ന് ഞങ്ങൾ പറയുന്നു. അതുകൊണ്ട് വോട്ട് ചെയ്യണം. മനുഷ്യർ ഒറ്റപ്പെട്ടു പോകുന്ന ചില സമയമുണ്ടാകും. പ്രസിദ്ധമായ തുർക്കി കഥയിൽ ഒരാൾ പറയുന്നുണ്ട്, എന്താണ്, യുദ്ധഭൂമിയിൽ നിന്ന് ആ മനുഷ്യൻ കൂട്ടുകാരൻ ചെന്ന് അടുത്തു നിൽക്കുമ്പോൾ പറയുന്നുണ്ട്, അവസാനം കണ്ടടക്കുന്നതിന് മുമ്പ് നിന്നെ കണ്ടല്ലോ, എനിക്ക് സന്തോഷമായി, എനിക്കറിയാമായില്ല നീ വരുമെന്ന്. ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ പതിതരായ ഒരുപാട് മനുഷ്യരുണ്ട്. അവർ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് വോട്ട് ചെയ്യുന്ന ഒരു വോട്ടും
നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങൾ ആർക്കൊക്കെ വോട്ട് ചെയ്തവരാണ്. ബനാത്ത് ബാല സാഹിബ്, സേഠ് സാഹിബ്, ആ വോട്ടുകൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയിരുന്ന വിപ്ലവങ്ങൾ നിങ്ങളുടെ നാട്ടിലെ റോഡുകളും പാലങ്ങളും തന്നെ. ഈ രാജ്യത്തിൽ നിങ്ങളടക്കമുള്ള ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ അളവ് പോലായത് നിങ്ങളുടെ ഒരു വോട്ടാണ്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ശക്തി തെളിയിക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല, ഈ രാജ്യത്തിന്റെ കരുത്തറിയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. ഫാഷിസ്റ്റുകളുടെ മുമ്പിൽ മുട്ടുമടക്കില്ലെന്ന പ്രതിജ്ഞ ചെയ്യാനുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് സ്നേഹമുള്ളവരെ വോട്ട് ചെയ്യേണ്ടത്. ഇന്ത്യ പാർട്ടിക്ക് ഇത്ര മിനിമം വോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറയുന്ന ഏർപ്പാടിലുള്ള തെരഞ്ഞെടുപ്പല്ല ഇത്. എല്ലാ പാർട്ടികൾക്കും അതീതമായി ഈ രാജ്യമാണ് വലുത് എന്ന് നമ്മൾ തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് ടി മുഹമ്മദ് ബഷീർ സാഹിബ് നിങ്ങളുടെ പ്രാതിനിധ്യം, നിങ്ങളുടെ പ്രതിനിധിയാവണമെന്ന് വിചാരിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി നിങ്ങളുടെ മുമ്പിൽ നിർത്തിയിരിക്കുന്നത്. ബഷീർ സാഹിബിന് ഏണിയടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.